കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണമാണ് ലാപ്ടോപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസ്ക്ടോപ്പിനെ കുറിച്ചും ഡെസ്ക്ടോപ്പിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ എല്ലാം ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലാപ്ടോപ്പ് നമ്മൾ സ്ഥിരം നമ്മളുടെ ഓഫീസ് യൂസിനും അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പഠനാവശ്യത്തിനെല്ലാം യൂസ് ചെയ്യുന്ന ലാപ്ടോപ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. Laptop is a type of microcomputer. A laptop is portable computer that is more efficient and nearly powerful as a desktop computer. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനെ പോലെ തന്നെ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്, മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നിയർലി പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ type of microcomputer. Portable computers run off AC power or batteries such as NIMH, NIC card or packs for several hours. നമ്മൾ ലാപ്ടോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതായത് ബാറ്ററി പവർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാറ്ററീസ് ഉപയോഗിച്ചുകൊണ്ടല്ലായിരിക്കും പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. ദേ ഇൻക്ലൂഡ് എ സ്ക്രീൻ, കീബോർഡ് ആൻഡ് എ ട്രാക്ക് പാഡ് ഓർ എ ട്രാക്ക് ബോൾ വിച്ച് സെർവ്സ് ആസ് ദ മൗസ്. ലാപ്ടോപ്പിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്തൊക്കെ സാധാ ഡെസ്ക്ടോപ്പിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു സ്ക്രീനും കീബോർഡ്, അതേപോലെ തന്നെ ട്രാക്ക് ബോർഡ് ട്രാക്ക് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസ് പോലെ വർക്ക് ചെയ്യുന്ന ഒരെണ്ണം. ബിക്കോസ് ലാപ്ടോപ്സ് ആർ മെൻറ്റ് ടു ബി യൂസ്ഡ് ഓൺ ദ ഗോ. ദേ ഹാവ് ബാറ്ററി വിച്ച് അലോസ് ദം ടു ഓപ്പറേറ്റ് വിത്തൗട്ട് ബീങ് പ്ലഗ്ഡ് ഇൻ ടു എ പവർ ഔട്ട്ലെറ്റ്. ബാറ്ററി കൊണ്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്ലഗ് യൂണിറ്റ് ഇല്ലാതെ അല്ലെ പ്ലഗ് ഔട്ട്ലെറ്റ് ഇല്ലാതെ പവർ ഔട്ട്ലെറ്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ലാപ്ടോപ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലാപ്ടോപ്സ് ആൾസോ ഇൻക്ലൂഡ് എ പവർ അഡാപ്റ്റർ ദാറ്റ് അലോസ് ദം ടു യൂസ് പവർ ഫ്രം ആൻ ഔട്ട്ലെറ്റ് ആൻഡ് റീചാർജ് ദ ബാറ്ററി. ലാപ്ടോപ്പിന് നമ്മൾക്ക് ഒരു പവർ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ബാറ്ററി റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് പോർട്ടൊക്കെ ലാപ്ടോപ്പിന് എന്തായിരിക്കും, അഡാപ്റ്റർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് വെൽ portable computers used to be significantly slower and less capable than desktop computer. Advances in manufacturing technology have enabled laptops to perform nearly as well as their desktop computer. പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനേക്കാൾ സ്ലോ ആണ്. പക്ഷേ നിലവിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്ങിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറും അതിൻ്റെ പെർഫോമൻസ് ഏകദേശം സെയിം ആണെന്നാണ് പറയുന്നത്. ഇൻ ഫാക്ട് ഹൈ ആൻഡ് ലാപ്ടോപ്സ് ഓഫൺ പെർഫോം ബെറ്റർ ദാൻ ലോ ഓർ ഇവ മിഡ് റേഞ്ച് ഡെസ്ക്ടോപ്പ് സിസ്റ്റംസ്. ഒരു ഫാക്റ്റായിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നതാണ്, ഹൈ എൻഡിലുള്ള ലാപ്ടോപ്സ് ഡെസ്ക്ടോപ്പിനേക്കായും മിഡ് റേഞ്ചിലുള്ള ഡെസ്ക്ടോപ്പിനേക്കായും പെർഫോമൻസും സ്റ്റോറേജ് സിസ്റ്റവും സ്പീഡും എല്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. Most laptops also include several I/O ports such as USB ports that allow standard keyboards and mic to be used with the laptop. Most of the laptopസും നമ്മൾക്ക് IOC പോർട്ട്സും അതേപോലെ തന്നെ USB പോർട്ട്സൊക്കെ അലൗഡ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റാൻഡേർഡ് കീബോർഡും അതേപോലെ തന്നെ മൈക്ക് മൗസൊക്കെ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നു. മോഡേൺ ലാപ്ടോപ്സ് ഓഫൺ ഇൻക്ലൂഡ് എ വയർലെസ് നെറ്റ്വർക്കിംഗ് അഡാപ്റ്റർ ആസ് വെൽ ആസ് അലോയിങ് യൂസർ ടു ആക്സസ് ദ ഇൻ്റർനെറ്റ് വിത്തൗട്ട് റിക്വയറിങ് എനി വയേഴ്സ്. മോഡേൺ ലാപ്ടോപ്സ് നമ്മൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ ഒരു വയറിൻ്റെയോ അല്ലെങ്കിൽ അഡാപ്റ്ററിൻ്റെയോ ഒന്നും സഹായമില്ലാതെയും സാധിക്കുന്നു. നെറ്റ്വർക്കിംഗ് അഡാപ്റ്ററിലൂടെ വയർലെസ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് അഡാപ്റ്ററിലൂടെ നമ്മൾക്ക് മോഡേൺ ലാപ്ടോപ്സിൽ
ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും ലാപ്ടോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. While laptops can be powerful and convenient, the convenience often comes to at a price. ലാപ്ടോപ്സ് പവർഫുള്ളാണ്, കൺവീനിയൻ്റ് ആണ്. ദ കൺവീനിയൻസ് ഓഫൺ കംസ് ടു അതിൻ്റെ പ്രൈസിലാണ് നമ്മൾ കൂടുതലായിട്ടും ലാപ്ടോപ്സിൻ്റെ നമ്മളതിൻ്റെ കൺവീനിയൻ്റ് ആണ് നമ്മളത് മേടിക്കാനുള്ള സാഹചര്യം, യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം. മോസ്റ്റ് ലാപ്ടോപ്സ് കോസ്റ്റ് several $100 more than a similarly equipped desktop with a monitor, keyboard and a mouse. Furthermore, working long hours on a laptop with a small screen and keyboard may be fatiguing than working on ഡെസ്ക്ടോപ്പ് സിസ്റ്റം. ഡെസ്ക്ടോപ്പ് സിസ്റ്റത്തെക്കാളും അതായത് ഒരുപാട് സമയം ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്, ആ സ്മോൾ സ്ക്രീന് അതേപോലെ തന്നെ കീബോർഡിലേക്ക് വർക്ക് ചെയ്യുന്നത് നമ്മൾക്ക് ചെറിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനേക്കായി ചെറിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നുള്ളത്. അതായത് കൂടുതൽ സമയം നമ്മൾ ഐ സ്ട്രെയിന്, അതേപോലെ തന്നെ ലാപ്ടോപ്സ് ഹീറ്റ് ആവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. Therefore, if portability is not a requirement for your computer, you may find better value in desktop model. Next is notebook. ലാപ്ടോപ്പ് പോലെ തന്നെ മറ്റൊരെണ്ണമാണ് നോട്ട്ബുക്ക്. ആൻഡ് എക്സ്ട്രീംലി ലൈറ്റ് വെയ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ. നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീംലി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറാണ് നോട്ട്ബുക്ക്. നമ്മൾ കൂടുതലായിട്ടും പേഴ്സണൽ യൂസിനാണ് നോട്ട്ബുക്കുകൾ യൂസ് ചെയ്യുന്നത്. നോട്ട്ബുക്ക് കമ്പ്യൂട്ടേഴ്സ് ടിപ്പിക്കലി വെയ്റ്റ്ലെസ് ദാൻ 6 pounds ആൻഡ് ആർ സ്മോൾ ഇനഫ് ടു ഫിറ്റ് ഈസിലി ടു ബ്രീഫ് കേസ്. നമ്മൾക്ക് ഇപ്പോൾ നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ടിപ്പിക്കലി ഒരു വെയ്റ്റ്ലെസ് ആണ്, അതേപോലെ തന്നെ സ്മോളാണ്. നമ്മളുടെ ബ്രീഫ് കേസിലേക്ക് പെട്ടെന്ന് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറാണ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. അസൈഡ് ഫ്രം സൈസ് ആൻഡ് പോർട്ടബിലിറ്റി, ദ പ്രിൻസിപ്പൽ ഡിഫറൻസ് ബിറ്റ്വീൻ നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ ആൻഡ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഈസ് ദി ഡിസ്പ്ലേ സ്ക്രീൻ. ഡിസ്പ്ലേ സ്ക്രീനിലാണ് നോട്ട്ബുക്ക് കമ്പ്യൂട്ടറും അതായത് നോട്ട്ബുക്ക് കമ്പ്യൂട്ടറും പേഴ്സണൽ കമ്പ്യൂട്ടറും തമ്മിലുള്ള മാറ്റം എന്ന് പറയും. നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ യൂസസ് വെറൈറ്റി ഓഫ് ടെക്നിക്സ് നോൺ ആസ് ഫ്ലാറ്റ് പാനൽ ടെക്നോളജീസ് ടു പ്രൊഡ്യൂസ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് നോൺ ബൾക്കി ഡിസ്പ്ലേ സ്ക്രീൻ. The quality of notebook display screens varies considerably. Many notebook display screens are limited to VGA resolution. Active Matrix screen produce very sharp images, but they do not refresh as rapidly as full-size monitors. പ്രധാനമായിട്ടും നോട്ട്ബുക്ക് കമ്പ്യൂട്ടറും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറും അല്ല പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഡിസ്പ്ലേയിലാണ്. അപ്പോൾ ഡിസ്പ്ലേ ആണ് മെയിൻ ആയിട്ട് നോട്ട്ബുക്ക് കമ്പ്യൂട്ടേഴ്സിനെ അതർ പേഴ്സണൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ അതർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇനി ലാപ്ടോപ്പും നോട്ട്ബുക്കും തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ while the two terms seem to be used interchangeably to the computer voice, there is actually defined difference between the two kinds of portable computer. രണ്ട് പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇൻ സെൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലാപ്ടോപ്പ് ആൻഡ് നോട്ട്ബുക്ക് ഇൻ സൈസ് ആൻഡ് ഫങ്ഷനാലിറ്റി. ലാപ്ടോപ്പും നോട്ട്ബുക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷനാലിറ്റിയിലും അതിൻ്റെ സൈസും ആണ്. ബട്ട് ദർ ഈസ് മച്ച് മോർ ടു ദിസ് പോർട്ടബിൾ. അതിൻ്റെ ബേസിക്സിൽ പോർട്ടബിലിറ്റി, കോസ്റ്റ്, പെർഫോമൻസ് ആൻഡ് പവർ, ഫങ്ഷനാലിറ്റി, ഇതിലെല്ലാം കൂടുതലും പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് സെയിം ആണെന്നുള്ളതാണ്. ഓക്കെ, ദ ബേസിക്സ്. ഇൻവെൻറ്റഡ് ഇൻ 1981 by Adam Osborne, the first laptop was far cry from what we invention. When we think of laptop today, 2005 marked the first year where laptop sales surpassed desktop sales.
signaling a changing tides in the computer world. ലാപ്ടോപ്സ് മെയിൻലി ഫസ്റ്റ് ഇൻവെൻറ്റ് ചെയ്യുന്നത് 1981 ആഡം ഓസ്ബോണാണ്. ദ ഫസ്റ്റ് ലാപ്ടോപ്പ് വാസ് ഫാർ ക്രൈ ഫ്രം വി ഇൻവെൻഷൻ വെൻ ദ വി തിങ്ക് ലാപ്ടോപ്സ്. Initially created as compact and a portable sibling to the desktop computers, laptops were about freedom. During their rise, the top consumers markets, laptops were advertised as the ideal office solution for business people on the go. ഇനീഷ്യലി പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് അതിൻ്റെ സെയിൽസിലാണെങ്കിലും അതിൻ്റെ ആളുകൾ ഉപയോഗിക്കുന്നതിൽ കുറവായിരുന്നെങ്കിലും പിന്നീട് ഓഫീസ് യൂസേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പേഴ്സണൽ യൂസേഴ്സിന് വേണ്ടിയിട്ടും ആളുകൾ കൂടുതലായിട്ട് ലാപ്ടോപ്സ് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. In 1989 brought the NEC Ultralife to life, the first notebook computer to hit the market. 1989 ഫസ്റ്റ് നോട്ട്ബുക്ക് മാർക്കറ്റിൽ ഇൻവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്നത്. ബോസ്റ്റിംഗ് എ സ്മോളർ ആൻഡ് മോർ ലൈറ്റ് വെയ്റ്റ് ഫ്രെയിം ദാൻ ഇറ്റ്സ് ലാപ്ടോപ്പ് സിബ്ലിംഗ്, ദ നോട്ട്ബുക്ക് വാസ് ഗിയർഡ് മോർ ടുവേർഡ് പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് റാദർ ദാൻ ബിസിനസ് കമ്പ്യൂട്ടിംഗ്. ബിസിനസ് കമ്പ്യൂട്ടേഴ്സിനേക്കാളും പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിന് നോട്ട്ബുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം ലാപ്ടോപ്പിനേക്കാളും അതിൻ്റെ ലൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സൈസിലുണ്ടായിരുന്ന മാറ്റവും ആളുകളിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളതാണ്. Laptops and notebooks still carry the major appeal of optimized portability. Laptop range greatly in size, featuring screen size measuring anywhere from 10 inches to 8 inches. Depending on the manufacturer brand, laptops can either slim or bulky. ലാപ്ടോപ്സ് എന്ന് പറയുന്നത് സ്റ്റിൽ ക്യാരി ദ മേജർ അപ്പീൽ. അതായത് ലാപ്ടോപ്സും അത് നോട്ട്ബുക്കും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ചെയ്യാൻ പറ്റും. പോർട്ടബിലിറ്റി ആയതുകൊണ്ട് തന്നെ ക്യാരി ചെയ്യാം. അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പവർ കൊണ്ട് നമ്മൾക്കത് യൂസ് ചെയ്യാനും സാധിക്കും. മെയിൻലി 10 ഇഞ്ചസ് ടു 80 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. മാനുഫാക്ചറിങ് അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ബ്രാൻഡുകളുടെ വ്യത്യാസത്തിനനുസരിച്ച് അവിടെ ലാപ്ടോപ്സ് സ്ലിം ആവാം അല്ലെങ്കിൽ ബൾക്കി ആവാം. അറ്റ് വെയ്റ്റിംഗ് ബിറ്റ്വീൻ 3 to lbs as a rule. Laptops weight fluctuates per model. Like desktop computers, laptops can also be engineered toward certain industries and consumers. ലാപ്ടോപ്സ് മെയിനായിട്ട് അതിൻ്റെ വെയ്റ്റ് വരുന്ന ലാപ്ടോപ്സും നോട്ട്ബുക്സും വരുന്നത് 3 to 10 lbs ആണ്. അതുകൊണ്ട് തന്നെ അതിന് അവരുടെ മാനുഫാക്ചറിങ് ബ്രാൻഡുകൾ മാറുന്നതിനനുസരിച്ച് അതിലുള്ള വെയ്റ്റും എല്ലാം മാറുന്നുണ്ട്. കമ്പ്യൂട്ടേഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പേഴ്സണലി നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടാണ് ലാപ്ടോപ്സും നോട്ട്ബുക്സും അതിൻ്റെ വെയ്റ്റും എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നോട്ട്ബുക്സ്, ലാപ്ടോപ്പ് on the other hand are generally manufactured to be sleeker, smaller computers with a screen size 15 inches or less, typically weighing less than 5 lbs, measuring less than 3 inches thick. Notebook keep their supreme lightweight portability advantage over laptops. Their consistently small size ensures they into നോട്ട്ബുക്ക് ലാപ്ടോപ്പിനേക്കാളും ലൈറ്റ് വെയ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വലുപ്പത്തിലായാലും അതിൻ്റെ വെയ്റ്റിലായാലും നിർമ്മിക്കുന്നത് ലാപ്ടോപ്പിനേക്കാളും വളരെ കുറവായിട്ടാണ് എന്നുള്ളതാണ്. ലാപ്ടോപ്പിൻ്റെ ഇതിൻ്റെ കോസ്റ്റ് മെയിൻലി വരുന്നത് നോട്ട്ബുക്കിനാണെങ്കിൽ ബിറ്റ്വീൻ $150 to $500 ആണ് ജനറലി വരുന്നത്. ഇവിടെ 150 to 400 ആണ് നോട്ട്ബുക്കിന് വരുന്നത്. ലാപ്ടോപ്സിന് വരുന്നത് 150 to 500 എന്നുള്ള ലെവലിലാണ്.
കൂടുതലായിട്ടും ലാപ്ടോപ്പിന് വരുന്നത്. നെക്സ്റ്റ് ഈസ് പെർഫോമൻസ് ആൻഡ് പവർ. Regardless of this title, computer performance and power are completely determined by CPU, RAM, GPU, disk speed and other related features. പെർഫോമൻസും അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡുമെല്ലാം അതിൻ്റെ CPU, അതേപോലെ തന്നെ GPU, RAM, ഡിസ്ക് ഇതിൻ്റെ എല്ലാം വോളിയത്തിനനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ ലാപ്ടോപ്സൊക്കെ മേടിക്കുമ്പോൾ റാം എത്രയുണ്ട് എന്നുള്ളതെല്ലാം നോക്കിയിട്ട് അതിനനുസൃതമായിട്ടാണ് അതിൻ്റെ പവർ CPU എല്ലാം വരുന്നത്. മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് കം equipped with processing power and adequate displays to provide quality performance. Even lower priced laptops and notebooks offers satisfactory processing power for the PC noise. നിലവിൽ വില കുറഞ്ഞതായാലും കൂടിയതായാലും കമ്പ്യൂട്ടേഴ്സ് അതിൻ്റെ പവർ എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. ഇൻഡസ്ട്രിയിലുള്ള മത്സരം, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തമ്മിലുള്ള മത്സരം തന്നെയാണ് അത് കൺസ്യൂമേഴ്സിന് നല്ല രീതിയിൽ കമ്പ്യൂട്ടേഴ്സ് ലഭിക്കാൻ തുടങ്ങിയത്. Since laptops tend to range higher in price, the integrated features have higher ceiling and higher performance power. Venturing into the world of ultrabooks, these higher priced notebooks come with more impressive CPU, GPU, RAM and more. നമുക്കറിയാം കൂടുതലായിട്ട് റാമും അതേപോലെ തന്നെ GPU, CPU പെർഫോമൻസ് ഇതിനൊക്കെ അനുസൃതമായിട്ടായിരിക്കും നമ്മൾ ലാപ്ടോപ്സ് തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫങ്ഷനാലിറ്റിയെ കുറിച്ചാണ് നോട്ട്ബുക്കിൻ്റെയും അതുപോലെ തന്നെ ലാപ്ടോപ്സിൻ്റെയും ഫങ്ഷനാലിറ്റിയെ കുറിച്ചാണ് നമ്മൾക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ടുഡേയ്സ് ടിപ്പിക്കൽ ലാപ്ടോപ്സ് ബോസ്റ്റ് 1 TB of solid status like draw and 8 GB to 50 GB RAM capacity. നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് ലാപ്ടോപ്പുകളെല്ലാം ലഭിക്കുന്നത് 1 TB അല്ലെങ്കിൽ അതേപോലെ തന്നെ 8 GB to 12 GB RAM ഇങ്ങനെയുള്ള കപ്പാസിറ്റിയിലുള്ള കമ്പ്യൂട്ടേഴ്സാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. Those with a high-powered computing needs to manage a business will find everything they are looking for in a laptop. Those who are primarily use their PC for document creation and web browsing will be best suited with a more simplistic notebook. അതായത് നമ്മുടെ ഹൈ എൻഡിലുള്ള ബിസിനസ് പെർഫോമൻസിന് വേണ്ടിയിട്ടും ഹൈ പവേർഡ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ലാപ്ടോപ്സും നോട്ട്ബുക്സും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. വെബ് ബ്രൗസിങ്ങിനായാലും ഡോക്യുമെൻറ്റേഷനായാലും അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ടിനായാലും എന്തിനാണെങ്കിലും ഹൈ എൻഡ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ നിലവിൽ ലാപ്ടോപ്സും നോട്ട്ബുക്സും അതിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വിത്ത് ഓൾ ദാറ്റ് പവർ കംസ് ടു എ വീക്കർ ബാറ്ററി ലൈക്ക് ഫോർ ലാപ്ടോപ്സ്. ടിപ്പിക്കലി ലാപ്ടോപ്സ് ലാസ്റ്റ് ബിറ്റ്വീൻ 6 and 10 hours അൺപ്ലഗ്ഡ്. നിലവിൽ നമ്മൾക്ക് ലഭിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് 6 to 10 hours വരെ പവർ യൂസ് ചെയ്യാതെ, അതായത് ബാറ്ററി പവറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിലവിലുള്ള ലാപ്ടോപ്സും അതുപോലെ തന്നെ നോട്ട്ബുക്കുകളും എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെയിനായിട്ടുള്ള മാനുഫാക്ചേഴ്സിനെ കുറിച്ച്, നോട്ട്ബുക്കിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും മാനുഫാക്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. HP, ആപ്പിൾ, സാംസങ്, സോണി, ടൊഷിബ, ഡെൽ ഇതെല്ലാമാണ് മെയിനായിട്ട് നോട്ട്ബുക്ക് മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത്. ലാപ്ടോപ്പ് നമുക്കറിയാം, ഇതിന് ഒന്നും കൂടി ലെനോവോ, അതേപോലെ തന്നെ
മൈക്രോസോഫ്റ്റ്, MSI, ഇത്രയും കമ്പനികളും കൂടി ചേർന്നതാണ് ലാപ്ടോപ്പ് മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.